അപ്പോൾ നമുക്കിന്ന് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ പെരട്ടും ഉണ്ടാക്കാം. ബാ, അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയും ചിക്കന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയും ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. 2 സവാള മതിയായിരിക്കും അല്ലേ? ചിക്കന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി, 2 സവാള. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് വരാം. ചിക്കൻ പെരട്ടിന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വേണം, അത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയും? നെയ്ച്ചോറും ചിക്കൻ പെരട്ടും. നെയ്ച്ചോറും ചിക്കൻ പെരട്ടും എന്ന് പറയണം. നമ്മുടേതായ രീതിയിലുള്ള നെയ്ച്ചോറും ചിക്കൻ പെരട്ടും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയാം. മനസ്സിലായോ? അപ്പം നമ്മൾ നെയ്ച്ചോറിനുള്ള സവാളയും നമ്മുടെ ചിക്കൻ പെരട്ടിനുള്ള സവാളയും ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു. ഇനി ഇത് കഴുകി അരിഞ്ഞെടുക്കണം. അല്ല, ഇന്ന് ഞാൻ അരിഞ്ഞെന്നാ പറഞ്ഞു. നെയ്ച്ചോറിന്ന് നമുക്ക് കഴിക്കാം. നെയ്ച്ചോറിന്ന് നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നെയ്ച്ചോറും ഉറക്കം പറ. നെയ്ച്ചോറും ചിക്കൻ പെരട്ടും. എനിക്കറിയത്തില്ല, ആദ്യമായിട്ട് എടുക്കുക. ശരിയാണെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ചെയ്യും. അതെ, എൻ്റെ ഹെൽപ്പർ അമ്മയാ. നോക്കട്ടെ. ഞങ്ങൾ ആദ്യമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പെരട്ട് നമ്മുടെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വീഡിയോസ് കണ്ടു, പക്ഷെ അതുപോലെ ഇത് ചെയ്താൽ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ആദ്യം നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു. ഒത്തിരി ഒഴിച്ചപ്പോൾ അമ്മ എന്നെ കണ്ണ് കാണിക്കുന്നു. ഇതിലേക്കുള്ള സ്പൈസസ് ഇടുകയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. എന്തെടുക്കുന്നു? വയണ്ട് നമ്മളിനി അരി ഇടാൻ പോകുന്നമ്മേ. ഒരു സാധനം നിനക്ക് ഉണ്ടാക്കിയിട്ട് നിനക്ക് വീഡിയോ അയച്ചു തരാം. അപ്പോൾ ഇത് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ നമുക്ക് വെക്കാം. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അമ്മ എന്ത് വേർതിരിക്കുന്നു? ജോലി ചെയ്തൊരു വേർക്കത്തില്ലേ? ഇതിന് അങ്ങോട്ട് കിട്ടാൻ പോലെ ഇത് വേവിക്കാൻ വേണ്ടി ഇടാൻ പോവാണ്. അപ്പോൾ വേവിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാം. ഓക്കെ, ബൈ. നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയാണ്. നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. സവാള ഇടാം. അപ്പോൾ ഗാർണിഷിനുള്ള സവാള ഇവിടെ റെഡിയായി. ഇനി അപ്പോൾ അമ്മ അത് ഏറ്റെടുത്തു. സവാള ഒക്കെ ഇവിടെ വൈറ്റാണ്. അമ്മ അത് ഏറ്റെടുത്തു. അമ്മ എന്ന് നോക്കി ചിരിക്കേ. എന്തോ പേടിച്ചൊക്കെ അമ്മ നോക്കും. ചിക്കൻ പെരട്ടിനുള്ള സവാള, ഉള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ വേണം. അതുകൂടെ നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇടാം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പില, തേങ്ങാക്കൊത്ത്, നേരത്തെ വെച്ചിരുന്ന ഉള്ളി, സവാളയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം.
ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കും. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മുടെ നെയ്ച്ചോറ് അങ്ങനെ ഇവിടെ റെഡിയായി. ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. പരുവത്തിന് നമ്മളോടൊന്നും ഒട്ടാതെ. ഇപ്പോൾ വഴറ്റുന്ന ഇത് അമ്മ ഏറ്റെടുത്തിരിക്കുന്നു. ഫുള്ള് ഇട്ടിട്ടാണല്ലോ അമ്മ. നല്ലപോലെ അതുപോലെ ഇറച്ചിക്കറിക്കൊക്കെ സവാള ആദ്യം ഇടല്ല. സവാള ഇടല്ല, ഒരെണ്ണം വെല്ലം കൊഴുപ്പിന് വേണ്ടിയിട്ട്. മറ്റേ മൊത്തം ചെറിയ ഉള്ളി വേണം. ഇതിൽ ചെറിയ ഉള്ളിയാണ് കൂടുതലിട്ടത്. എങ്കിൽ ആ ഇറച്ചിക്ക് ബീഫിനാണേലും ചിക്കനാണേലും എന്തിനാണേലും സവാള അധികം ഉപയോഗിക്കുന്നത്. ഇതിലെന്തൊക്കെയാ അമ്മ അരച്ചേക്കുന്നത്? മുളക് പറച്ചോരും. ഇതിലെന്തൊക്കെയാ അമ്മ അരച്ചേക്കുന്നത്? മുളക്, മല്ലി, മസാല, അതിൽ പെരുംജീരകം, ഇതെല്ലാം ഉള്ള മസാലകളെല്ലാം ഇട്ട് വറുത്തരച്ച് കൂട്ടിച്ച് അരച്ചിടാം. അങ്ങനെ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒന്ന് വെച്ച് നോക്കിയാണ് നല്ലതായിട്ട്. ഇല്ലെന്നേ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കഴുകിയിട്ട് ഇതുപോലെ പിഴുത്തുള്ള പാത്രത്തിലോട്ട് കഴുകുന്ന 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ പിഴുത്തുള്ള പാത്രത്തിൽ വാരി വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം കൊടുക്കും. അങ്ങനെ വെക്കണം. നമ്മൾ ചിക്കനാണേലും മീനാണേലും കൊണ്ടുവന്നാൽ അതെല്ലാം നമുക്കിതൊന്ന് വയട്ടെ. ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളമയം എല്ലാം പറ്റിട്ട് മസാല ചേർക്കണം. വേണ്ട കുരുമുളക് പൊടി ഏറെ ചേർക്കണം. പെരട്ടിന് കുരുമുളക് പൊടിയാണ്. എല്ലാം വെള്ളം എല്ലാം വലിഞ്ഞു പോട്ടെ. മീനാണേലും ചിക്കനാണേലും നമ്മൾ ബീഫ് എല്ലാ ഇറച്ചിയും കഴുകിയിട്ട് കൂടി നല്ല കഴുകിയിട്ട് അതുപോലുള്ള പാത്രത്തിനകത്ത് കൂടി വെക്കണം. വാരി വെക്കണം. വാരി വെച്ചിട്ട് 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം വലിഞ്ഞിട്ട് കരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവാൻ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം വേണം, അടച്ച് വെച്ച് വേഗണ്ടേ. സലാഡിന് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, മുളക് അരിഞ്ഞെടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ പശുവിൻ്റെ പാലിൽ നിന്നെടുത്ത തൈരാണ്. ശുദ്ധമായ തൈരല്ലേ അമ്മ? വീട്ടിൽ അമ്മ. അപ്പം നമ്മൾ സലാഡ് ഉണ്ടാക്കുകയാണ്. പോരെ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പിന്നെ എടുക്കാം അല്ലേ? ഇനിയപ്പം എന്തുകൊള്ളേ ഉണ്ടാക്കാൻ? ഇനി പപ്പടം കാശണം. അതുകൂടെ അല്ലേ അല്ലേ? ചിക്കൻ അവിടെ അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുക അല്ലേ? അതെ, അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നേ. കുരുമുളക് ചേർക്കണം. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇടാം. കുരുമുളക്
എന്റെ സ്പെഷ്യൽ കഴിക്കാൻ വേഗം വാ. അച്ഛാ പുട്ടല്ല അച്ഛാ, പുട്ടൊന്നുമല്ല, പുട്ടല്ലത്, അതാണ് നെയ്ച്ചോറും അച്ഛൻ പറഞ്ഞ ചിക്കൻ പെരട്ടും. സലാഡ്, പപ്പടം. ഇന്നാ എങ്ങനുണ്ട്? എങ്ങനുണ്ട്? കൂട്ടി നോക്കട്ടെ, കൂട്ടി നോക്കുന്നതിന് മുമ്പേ താങ്ക്സ്. ചിക്കൻ പെരട്ട് എങ്ങനുണ്ടെന്ന് നോക്ക്. ഞാൻ കഴിച്ചിട്ട് പറയാമേ. അച്ഛാ സൂപ്പ് ഇങ്ങനെയൊക്കെ കൈ കാണിക്കച്ചാ, ഇങ്ങനെ കാണിക്കേ പറഞ്ഞു കേൾപ്പിക്കുന്ന ഇതുപോലെ ഞാൻ. ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കാണിക്കേ. ഓ ഗ്ലാസ് പ്ലേറ്റിൽ കഴിക്കാതെ എൻ്റെ സ്റ്റീൽ പ്ലേറ്റാണ് എൻ്റെ ഗ്ലാസ് പ്ലേറ്റൊക്കെ. നോക്കട്ടെ, ഇഷ്ടം പറയാമേ. ഒന്ന് വേഗം, കുറേ നേരമായി. നോക്കട്ടെ എത്ര നേരം ആവും? നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല കുരുമുളക് ഇട്ട് നല്ല ഇതുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് കഴിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.